ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്ന് ഒരു പാചക വീഡിയോ ആണ്. ഇന്ന് മോളാണ് പാചകം ചെയ്യണത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പാചകമാണ്, അവളുടെ ഇഷ്ടത്തിൽ അവൾ ചെയ്യുന്ന ഒരു ചെറിയ 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾ വന്ന് നിൽക്കണം കേട്ടോ അടുക്കളയിൽ. അപ്പോൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കിഴങ്ങ് കണ്ടപ്പോഴേ വേഗം കട്ട്ലേറ്റ് ഉണ്ടാക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ അരിഞ്ഞ് റെഡിയാക്കി, എന്താ പറയുക, ഉരുളക്കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഈ ഇത്ര നാളും ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടാ, എനിക്ക് തീരെ സുഖമില്ലാത്ത കാരണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ചെറിയ അലർജിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായ കാരണം കൊണ്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഈ ശ്വാസതടസ്സം വന്നിട്ട് ചുമ വരുന്നുണ്ട്. എന്നാലും ഞാനിതൊന്ന് ഈ അവളുടെ മോളുടെ വീഡിയോ ഒന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കട്ട്ലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവൾക്ക് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചിട്ട് കുറച്ച് മുട്ടയൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ചെയ്തോട്ടെ, ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ എന്ന് ഞാനും വിചാരിച്ചു. ഒറ്റയ്ക്കായാലും അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ശരിയാക്കി നന്നായി ഉണ്ടാക്കിയോണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുത്ത് ഉടച്ച് വെച്ച് മുട്ട പതപ്പിച്ച് വെച്ചു. ഒക്കെ എന്തൊക്കെ അതിൽ ചേർക്കണം എന്നൊക്കെ മൂപ്പർക്ക് അറിയാമല്ലോ. കുറേ വീഡിയോകൾ കണ്ടിട്ടും അറിയാം. പിന്നെ ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കണതാണ്. മോള് ഇടയ്ക്ക് ഇരുന്നിട്ട് ഈ പാചക വീഡിയോകൾ തന്നെയാണ് കേട്ടോ കാണുക. അപ്പോൾ അവൾക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഇങ്ങനെ അറിയാം. ചെയ്ത് നോക്കിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഇപ്പോൾ ഞാൻ വലിയ സുഖമില്ലാത്ത കാരണം കൊണ്ട് മൂപ്പര് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. ബ്രെഡൊക്കെ പൊടിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ ചെയ്യണ കാര്യം നല്ല വൃത്തിയിൽ ചെയ്യും കേട്ടോ അവൾ. അങ്ങനെയാണ്. പിന്നെ ഉപ്പിടേണ്ട കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു പേടിയുള്ളത്. ഇന്ന് മൂപ്പര് തനിയെ തന്നെ അതൊക്കെ ഞാൻ പറഞ്ഞു തനിയെ തന്നെ ചെയ്യുക. അപ്പം എന്നാലല്ലേ നമുക്കറിയുള്ളൂ. അപ്പം നമ്മുടെ പുതിയ പാത്രത്തിൻ്റെ, ഞാൻ കുറേ പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പാത്രത്തിൻ്റെ അതിലാദ്യമായിട്ടാണ് കേട്ടോ അന്ന് ചെയ്യണത്. അപ്പം അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടിയാണ് അവൾ ചെയ്യണത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇവിടെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും അരിയാനും മുറിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. പിന്നെ കട്ട്ലേറ്റിൽ ഒരുപാട് പച്ചക്കറിയൊന്നും ചേർക്കണില്ല കേട്ടോ. വെജിറ്റബിൾ കട്ട്ലേറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഈ വെജിറ്റബിളൊന്നായിട്ടൊന്നും ചേർക്കണില്ല. ഈ സവോളയും ഉരുളക്കിഴങ്ങും മാത്രം തന്നെയുള്ള കാര്യമായിട്ട്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇരുന്നിടുന്നു. അപ്പോൾ അതെടുത്തിട്ട് അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യണ പോലെ മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒക്കെ കുറേശ്ശെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒക്കെ ഇട്ട് വഴറ്റി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാത്രം എന്ന് പറയുന്നത് നല്ല സൂപ്പർ പാത്രം കേട്ടോ. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിങ്ങനെ അടി കരിയണ പോലെയൊക്കെ ഉണ്ടാവുമോ ഇനി തീ വയ്ക്കുമ്പോൾ. ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിലാവുന്നുണ്ട്. അത് അടി പിടിക്കാതെയൊക്കെ സുഖമായിട്ട് അതിലുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ് ഈ കട്ട്ലറ്റിന് പ്രധാനമായിട്ട് വേണ്ട ഭാഗമാണ് കേട്ടോ അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അവൾ ചെയ്തു. എന്ത് കാര്യം ചെയ്യാനും ആൾക്ക് ഉഷാറൊക്കെ തന്നെയാണ്. പക്ഷെ ചില നേരത്ത് മടി പിടിച്ചിരുന്നാൽ ചിലപ്പോൾ ആ ഇരുന്നോടത്തുനിന്ന് ഉച്ച വരെ എണീക്കില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഇരുന്നോടത്തായി പോവാൾ. എന്നിട്ട് ഞാൻ അങ്ങനെ ചീത്ത പറയാറുണ്ട്, എങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ അടുപ്പിച്ചെങ്ങനെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഒന്ന് പിടിക്കുമ്പോൾ ഉരുള പിടിക്കുമ്പോൾ ഒന്ന് ഇതായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇതുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അലുത്ത് പോയാൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ വിട്ട് വരും ചിലത്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എണ്ണ നന്നായി ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല, അതാ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അതൊക്കെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊക്കെ
ഓവൽ ഷേപ്പിലൊക്കെ പരത്തി ഉരുട്ടിയും പരത്തിയൊക്കെ എടുത്തുട്ടാ. അപ്പം നമ്മൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോഴേ നമ്മൾ ഈ കൈ പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയ മക്കൾ നമ്മൾ മടിയിൽ വെച്ചിരുന്ന് അവരെങ്ങനെയോ വലുതാവണം അവരുടെ വളർച്ചയൊക്കെ കണ്ടിട്ടുള്ള നമ്മളുണ്ടല്ലോ, അവരെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവുക, മനസ്സിലാവണ്ട. അത് കാരണം നമ്മൾ അവരെ എങ്ങനെയൊക്കെയോ കെയർ ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയണത് അവരെന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമുക്കത് വലിയ സന്തോഷമാവും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. മോള് ഇങ്ങനെയൊക്കെ ചെയ്യാനായല്ലോ. അത് ഇന്നലെ എന്ന് പറഞ്ഞോണം ചെറുതായിട്ട് ഇരുന്നുണ്ടായിരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അവരെ ഞാൻ സ്കൂളിലേക്ക് കൈ പിടിച്ച അവളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഞങ്ങൾ എന്നും സ്കൂളിലേക്ക് നേരെ വൈകിട്ട് വരിക. 10 മണി 10:30 സ്കൂളിലേക്ക് കയറി വരുമ്പോൾ. അത് കാരണം കൊണ്ട് ഇവരെ സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ആ ഒരു യാത്ര ഭയങ്കര യാത്രയാണ്. അതാണ് ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കണോടത്തുനിന്ന് ബസ്സിലാണ് വരിക. ഞങ്ങൾ ഈ താമസിക്കുന്ന ഇവിടെയുള്ള സ്കൂളിലാണ് അവരെ ചേർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് വേണം അവരെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി. 2 നേരം ഞാൻ വരും, കൊണ്ടുവന്നാക്കാനും കൊണ്ടുപോകാനും ഞാൻ വരും, അല്ലെങ്കിൽ അമ്മ വരും, അങ്ങനെയാണ് കേട്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലം ഞാനിങ്ങനെ ഓർത്തു പോയി. ആ മക്കളിങ്ങനെ ഇത്ര വലുതായില്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനും ഇവരുടെ വളർച്ചയൊന്നും കാണാൻ ശരിക്ക് ആ ചെറുപ്പത്തിലത്തെ ആ ഒരു ഇത് കാണാനുള്ളത് ഉണ്ടായിട്ടില്ല. കാരണം ഏട്ടൻ ആ സമയത്ത് ഗൾഫിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇവരിത്തിരി മുതിർന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറുപ്പത്തിലത്തെ കാര്യങ്ങൾ അത്രയും അങ്ങോട്ട് മൂപ്പർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതാണ്. ഇപ്പോൾ കണ്ണനായാലും അതെ. ഇപ്പം അച്ഛൻ്റെ കൂടെ നടന്ന് പഠിക്കാൻ മിടുക്കില്ലാത്ത കാരണം കൊണ്ട് വേഗം അച്ഛൻ്റെ കൂടെ പോയി അച്ഛൻ്റെ പണി തന്നെ പഠിച്ചു, വർക്ക്ഷോപ്പ് പണി പഠിച്ചു. അത് ചെയ്ത് മൂപ്പരൊരു ചെറിയ വരുമാനം നമുക്ക് കൊണ്ടു തരുമ്പോൾ അതും നമുക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം എന്താ വെച്ചിട്ടാ, അയ്യോ ഇവർ ഇത്രയൊക്കെ വലുതായി എന്നപ്പോൾ നമുക്ക് ഒരു വലിയ അത്ഭുതം പോലെ തോന്നുക. ഇന്നലെയെന്ന് പറഞ്ഞിരുന്നോടുന്നാണല്ലോ എന്ന് ചെറിയ കുട്ടികളായി ഇരുന്നോടുന്നല്ലേ എന്ന് വിചാരിച്ചു ഞാൻ അവരുടെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ മോളത് ഇട്ടിട്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂപ്പരത് ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിരുന്നു. ആവട്ടെ ഇത് പെട്ടെന്നാവും എന്നുള്ള കാര്യം അത്രയും അങ്ങോട്ട് കുട്ടിക്ക് നിന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കുറച്ച് ഇങ്ങനെ ബ്രൗൺ കളർ കുറച്ച് കൂടിപ്പോയിട്ടാണ്. പിന്നെ ആ ബ്രെഡ് ക്രംസ് വേഗം ഒരു കറുത്ത കളറിലേക്ക് വേഗം വരും. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് തിരിച്ചും മറിച്ചും ഇടണം എന്നുള്ളത് ഞാൻ പറയാനും വിട്ടു. കാരണം എനിക്ക് വയ്യാത്ത കാരണം ഞാൻ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വിധാക്കിയിട്ട് എടുത്തു വിട്ടാ. അപ്പോൾ മൂപ്പര് തന്നെ പറയണത് ഇങ്ങനെ വെച്ചാൽ മതി, അപ്പം അറിയില്ലല്ലോ അത് തിന്നുമ്പോൾ നമുക്ക് ഈ കരിഞ്ഞ പോലെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ. അപ്പോൾ പറയാം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുക്കുമ്പോൾ അത്ര കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മൂപ്പരണ്ട് ഇട്ടിട്ട് പൊരിച്ചു വിട്ടാ. പൊടിഞ്ഞു പോയൊന്നുമില്ല, എണ്ണ നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചട്ടിയുടെ കാര്യം പറയാതെ വയ്യ. നല്ല ഒരു പാത്രം ഇട്ടാ. ഇങ്ങനത്തെ പാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നല്ലൊരു എളുപ്പമാണ്. നമ്മുടെ കയ്യിലുള്ള അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണ അലുമിനിയത്തിൻ്റെ പോലത്തെ ആണെങ്കിൽ അത് അവിടെ ഇവിടെ ഒട്ടി പിടിച്ചിട്ടും അത് കോറിയിട്ടും പിടിച്ചിട്ടും നമ്മൾ നിൽക്കണം. ഇതിപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അവളുണ്ടാക്കിയ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ സംഭവം കൊണ്ട് ശരിക്ക് 10 കട്ട്ലേറ്റ് ഉണ്ടായിട്ടാ. പിന്നെ ആ ബ്രെഡ് ക്രംസ് കുറേ അധികമാവുമെന്ന് തോന്നി. അപ്പോൾ ഈ മോളെന്നെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വേറൊരു സൂത്രം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിരുന്നു. അത് അധികമൊന്നും ആവില്ല, അത് നമുക്കൊരു സൂത്രം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ തേനത് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കണതാട്ടാ മൂപ്പര്. ഇത് ഏകദേശം സന്ധ്യാവാറായിണ്ടേ, അത് കാരണം കൊണ്ട്. അപ്പം ഇത് കഴിഞ്ഞാൽ മോൾക്കും പോയി വിളക്ക് വയ്ക്കാം. അപ്പോഴേക്കും കണ്ണൻ വരും. കണ്ണൻ വന്നു കഴിഞ്ഞാൽ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആളിപ്പോൾ ഇത് ചെയ്യണത്. 2 പാത്രങ്ങളും ഞാൻ കൊണ്ടുവന്ന് അടുക്കളയിൽ തൂക്കിയിട്ടു കേട്ടോ. വെറുതെ വെച്ചിരുന്നിട്ട് എന്താ കാര്യം, അതെടുത്ത് ഉപയോഗിച്ചെങ്കിലല്ലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിലത്തെ വലിയ പാത്രത്തിലാണ് കേട്ടോ അപ്പം മോളത് ചെയ്യണത്. ചെറിയ പാത്രം അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം മൂപ്പരെല്ലാതും പൊരിച്ചെടുത്ത് മൂപ്പർക്ക് തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോഴേ അത് ശരിയായി വരുന്നുണ്ടെന്ന് കാണുമ്പോഴൊരു സന്തോഷം അതിന് വേറെയാണ്.
ഒരു സമാധാനം ഉണ്ടാക്കിയത് ശരിയായില്ലോ എന്ന് വിചാരിച്ചിട്ട്. സാധനങ്ങൾ എടുത്ത് നാശാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചില നേരത്തെ അമ്മോട് പറയാറുണ്ട്, ഒന്നും ഉണ്ടാക്കണ്ട, നാശാവുള്ള സാധനങ്ങളൊന്ന്. അപ്പം അതുപോലെ ഞാൻ പറയുന്നു വിചാരിച്ചിട്ടുണ്ട് അവള്. അതാണ്. അപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് ബാക്കി വന്നു കേട്ടാ. അപ്പോൾ ആളെന്ത് ചെയ്തു, അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞിട്ടു, കുറച്ച് അരിപ്പൊടി എടുത്തു കൊണ്ടു വെച്ചിട്ട് അത് അതിലേക്ക് ഇട്ടു കേട്ടാ. ഒരു 2-3 സ്പൂണ് ഇട്ടിട്ടുണ്ടാവും അരിപ്പൊടി. പിന്നെ കുറച്ച് കോഴിമുട്ട കലക്കിയതും ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അരിപ്പൊടിയും ഇതൊക്കെ കൂടി ഇട്ടിട്ട് ആ കോഴിമുട്ടയും ചേർത്തിട്ട് കുഴയ്ക്കാനാണ് ആൾ. ഉപ്പൊക്കെ തന്നെ ഇടുന്നുണ്ടാ. മുളക് പൊടി, ഉപ്പ് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് എന്നിട്ട് കുഴയ്ക്കുകയാണ്. ഒരുമിച്ച് കുഴച്ച് കഴിഞ്ഞാൽ ഒരു ബ്രെഡിൻ്റെ പൊടിയല്ലേ, വേഗം ഇങ്ങനെ ഒട്ടിയ പോലെയാവും. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ശരിക്ക്. അപ്പോൾ അവൾ വെള്ളമൊന്നും ചേർത്തില്ല. അതിന് പകരം എന്താ ചെയ്ത്, അവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോഴിമുട്ടയില്ലേ, അതെടുത്തിട്ട് അതിൽ ചേർത്ത് വിട്ട. അതാ ചെയ്തത് ആൾ. അപ്പം പിന്നെ വേറെ വെള്ളം ചേർക്കണ്ട. ആ കോഴിമുട്ട ചേർത്തിട്ടുണ്ട്. സവോള നന്നായി തിരുമിയതിന് ശേഷം ചേർത്തിട്ട് എന്നിട്ട് അങ്ങോട്ട് സവോള ഇട്ടാണ്ട് കുഴച്ചു. അപ്പോൾ പറയാം, കോഴിമുട്ട ഇട്ടിട്ടുള്ള ഉള്ളിവട ഇന്ന് നമ്മൾ തിന്നും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യണത്. അപ്പോൾ എനിക്കും തോന്നി കുഴപ്പമുണ്ടാവില്ല, ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഞാനും വിചാരിച്ചു. നമുക്ക് ഇടുന്ന ചേരുവകൾ കണ്ടാൽ അറിയാമല്ലോ നമുക്കത് കുഴപ്പമുണ്ടാവുമോ ഇല്ലയെന്ന്. അരി ഇട്ടുകൊണ്ട് വലിയ കറുമുറൊന്നും ആവില്ല. കാരണം എന്താ വെച്ചിട്ടാ, കോഴിമുട്ടയും ബ്രെഡ് ക്രംസ് അതിലുണ്ടല്ലോ. അത് കാരണം കൊണ്ട് ഈ അരിപ്പൊടി ഇട്ടതിൻ്റെ ഉറപ്പ് ഫീൽ ചെയ്യില്ല. ആ ധാരണയിൽ ഞാനും നിന്നുട്ടാ. എന്നിട്ട് അതൊന്നുമില്ല, ചെറിയ ചെറിയ ബോളാക്കിയിട്ട് അതൊന്ന് പരത്തുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക തന്നെ എണ്ണയിലേക്ക്. പെട്ടെന്നാവും കേട്ടാ. അധികം വലുപ്പത്തിലാക്കണ്ട, അപ്പം ചിലപ്പോൾ ഉള്ളു റെഡിയാവില്ല, ഉള്ളു നനവ് പോലെ ഇരിക്കും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇതാക്കിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഒരു കുറച്ചും കൂടിയും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടാ. സൺഫ്ലവർ ഓയിൽ ഇവിടെ ആരും കഴിക്കാറില്ല. പിന്നെ ഞാനിത് ഇങ്ങനെ വരാനെ ശീലിപ്പിച്ച് വെച്ചിട്ടാ സൺഫ്ലവർ ഓയിലിൽ ഓരോന്നും ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ പറയില്ല. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ആദ്യം അമ്മയെ പറയാം, അത് ശരി വെറുതെ അല്ല അത് ഇങ്ങനെ ആയത് എന്ന് പറയും അമ്മ. അങ്ങനെയാ. എന്നിട്ട് മുമ്പിൽ വേണ്ടാന്ന് പറയും. 2 തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും പറയും വേണ്ടാന്ന് പറയും. അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, ചുമന്നുള്ളിയും അതേപോലെ ഒരു സവോളയൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് വറ്റൽമുളകും കൂടിയിട്ടാണ് ഒന്ന് വെറുതെ എണ്ണയിലൊന്ന് ചൂടാക്കുക. എന്നിട്ട് അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു സ്വല്പം മുളക് പൊടി വറക്കാത്തത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ആ സമയത്ത് കഴിക്കുമ്പോൾ. കണ്ട, ഇങ്ങനെ മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പ് പാകത്തിന് ഇടുക, ഒരു നുള്ള് പഞ്ചസാര ചേർക്കുക കേട്ടോ. ആ എരിവിൻ്റെ ഇതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം വെള്ളം ചേർക്കുക. വെള്ളത്തിന് പകരം ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. പക്ഷേ എനിക്ക് തോന്നുന്നു വെള്ളം തന്നെയാണ് നല്ലതെന്ന്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ വേറൊരു കൺസിസ്റ്റൻസിയിൽ അത് വരും. അപ്പം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും മുക്കി തിന്നുമ്പോൾ ഇത് ശരിക്കും ഒരു സോസിൻ്റെ പോലെ ആവും ഈ ചമ്മന്തി. നല്ല അരയ്ക്കണം കേട്ടോ അങ്ങനെ. പിന്നെ നമ്മുടെ പ്രീതിയുടെ മിക്സിയല്ലേ, എന്ത് സാധനം ഇട്ടാലും അതിൽ തകിട് പിടിയാവും കേട്ടോ. ഞാൻ സമ്മതിച്ചിട്ടുണ്ട് ഈ സാധനം ഇവിടെ വാങ്ങിയിട്ട്. അതിൻ്റെ ശബ്ദം കാരണം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അതിനെ അരയ്ക്കണ കാര്യത്തിൽ ഇതാണ് കേട്ടോ സംഭവം. നല്ല പോലെ അരയുക, നമ്മുടെ തക്കാളി സോസ് പോലെ ആയിട്ട് അരഞ്ഞ് കിട്ടും. അപ്പം കണ്ട, ഒരു 2 മണി കടുക് പൊട്ടിച്ച് കുറച്ച് വേപ്പില ഇട്ടിട്ട് ആക്കിയ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കൊടുക്കാതെ എന്തിൻ്റെ കൂടെ കൊടുക്കട്ടാ.
അപ്പോഴേക്കും കണ്ണൻ വന്നു. അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മുടി ഇങ്ങനെ കെട്ടിവെച്ച കാരണം നാണക്കേടാ അവന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴേ, അല്ലാണ്ട് ഉണങ്ങി കിട്ടില്ലേ. കുറച്ച് നേരം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പിന്നെ അഴിച്ചിടും, അപ്പോൾ വേഗം ഉണങ്ങും. അങ്ങനെയാണ്. ഇത് വലിയ തുണി കൊണ്ട് കെട്ടി വയ്ക്കുക ആൾ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ കട്ട്ലറ്റ്, കരിഞ്ഞ ഭാഗം വലിയ ഇതായിട്ട് അറിയണമൊന്നുമില്ല കേട്ടാ. കണ്ടാ, അതാ എണ്ണയോട് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് വലിയ കരിവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനൊക്കെ നല്ല ഇഷ്ടമായിട്ടാ കട്ട്ലേറ്റ്. ആ ചെറിയ വടയും അതൊക്കെ നല്ല ഇഷ്ടമായി. അമ്മയ്ക്കും ഇഷ്ടമായി. സാധാരണ കോഴിമുട്ട ഇട്ട സാധനങ്ങളെന്ന് പറയുമ്പോൾ ആളൊന്ന് പിന്നടിക്കാറുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇഷ്ടമായിട്ടാ. അപ്പോൾ നമ്മുടെ മോള് ഇന്ന് ചെയ്ത പാചക വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ സുഖമില്ലാത്ത കാരണം കൊണ്ടാണ് വീഡിയോ ആയിട്ട് വരാതെ ഇരുന്നുണ്ടായിരുന്നതെന്ന് പിന്നെയും പറയുകയാണ്. അപ്പം മോളും ഇടയ്ക്കൊക്കെ അങ്ങനെ ഓരോ പാചകമായിട്ട് വരും. ഇനി അത് എൻ്റെ അസുഖം മാറുന്നത് വരെ അപ്പോൾ ഞാനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.